പണിമൂല ദേവി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഇന്നിവിടെ നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളുടെ ഉദ്ഘാടനവും നടക്കുന്ന വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എസ് നാരായണൻ നായർ അവർ, സ്വാഗതം ആശംസിച്ച കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ കെ വിജയകുമാരൻ നായർ അവർ, ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ജി ആർ അനിൽ അവർ, വേദിയിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള MP ശ്രീ അടൂർ പ്രകാശ് അവർ, പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TR അനിൽകുമാർ അവർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സുനിൽകുമാർ അവർ, പണിമൂല വാർഡ് മെമ്പർ ശ്രീമതി S ഷീജ അവർ, കരൂർ വാർഡ് മെമ്പർ ശ്രീ D വിമൽകുമാർ അവർ, ഈ ഉത്സവ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിട്ടുള്ള ശ്രീ V വിമൽകുമാർ, കലാപരിപാടി കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ അനീഷ് R, അതോടൊപ്പം നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള, നിങ്ങൾ കാരണമായിട്ടുള്ള ഇന്ന് മാളികപ്പുറം ഫെയിം ദേവനന്ദ പണിമൂല അമ്മ പുരസ്കാരത്തിന് അർഹയായി ഇവിടെ വേദിയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. പണിമൂല അമ്മയുടെ അനുഗ്രഹം ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഞാനിവിടെ വന്ന് ഈ ഉത്സവത്തിന്റെ ലഘുലേഖ പ്രകാശനത്തിന്, ഉത്സവത്തിന്റെ പരിപാടികളുടെ ഈ പ്രകാശനത്തിന് വേണ്ടിയിട്ട് എനിക്ക് എത്തിച്ചേരാനുള്ള അവസരം ലഭിച്ചത്. ഇതിനു മുൻപും പലതവണ പണിമൂല അമ്മയുടെ അനുഗ്രഹം തേടി ഈ ക്ഷേത്രത്തിൽ, ഈ പുണ്യ സങ്കേതത്തിൽ എത്തിച്ചേരാനുള്ള അവസരം എനിക്ക് കിട്ടിയിരുന്നു. ഇന്നിവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നാളെ നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ സഹോദരന്മാർ ഉയിർപ്പിന്റെ ഉത്സവമായിട്ടുള്ള ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. അതേപോലെ സനാതനധർമ്മത്തിന്റെ ഉയിർപ്പ് കണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സനാതനധർമ്മത്തിൽ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത് മോക്ഷപ്രാപ്തി എന്നുള്ളതാണ്. ആ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് എല്ലാവരും അവരവരുടെ ജീവിതകാലത്ത് നടത്തുന്നത് എന്നാണ് നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെയുള്ള പൂർവികർ സൃഷ്ടിച്ചിട്ടുള്ള വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം, ഇതിന്റെയെല്ലാം ബലത്തിലാണ് സനാതന പാരമ്പര്യം, ആ പാരമ്പര്യം നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നത്. ആ സനാതന പാരമ്പര്യത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അംശമാണ് ദേവീപൂജ. ദേവീപൂജ എന്ന് പറഞ്ഞാൽ പാർവതി ദേവി മാത്രമല്ല, വേദസ്വരൂപിണിയായിട്ടുള്ള ഗായത്രിയായി അമ്മയെ നമ്മൾ പൂജിക്കുന്നു. സൗന്ദര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അതിദേവതയായിട്ടുള്ള ലക്ഷ്മിയെ നമ്മൾ പൂജിക്കുന്നു. സർവവിദ്യകളുടെയും കലകളുടെയും അതിദേവതയായിട്ടുള്ള സരസ്വതിയെ പൂജിക്കുന്നു. ശക്തിസ്വരൂപിണിയും ധർമ്മസംസ്ഥാപകയും വിജയപ്രദായകയുമായിട്ടുള്ള ദുർഗയായും നമ്മൾ അമ്മയെ പൂജിക്കുന്നു. അതോടൊപ്പം മാതൃരൂപിണിയും പ്രകൃതി രൂപിണിയും എല്ലാ അഭീഷ്ടങ്ങളും നൽകുന്ന കൈവല്യദായിനിയുമായിട്ടുള്ള മഹാകാളിയായും
മാത്രമല്ല ശിവശക്തി ഐക്യസ്വരൂപിണിയായ ലളിത പരമേശ്വരിയായും നമ്മൾ ദേവിയെ പൂജിക്കുന്നു. അങ്ങനെ വിവിധ ഭാവങ്ങളിൽ വിവിധ രൂപങ്ങളിൽ സ്ത്രീത്വത്തെ പൂജിക്കുന്ന ഒരു പാരമ്പര്യം, സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന പാരമ്പര്യം, ആ പാരമ്പര്യമാണ് സനാതനധർമ്മത്തിന്റെ പാരമ്പര്യം. ഒരുപക്ഷെ ലോകത്ത് മറ്റെവിടെയും സ്ത്രീ രൂപത്തിലുള്ള ഈശ്വര പൂജ നമുക്ക് കാണാൻ കഴിയില്ല. മറ്റെല്ലാ സംസ്കാരങ്ങളിലും ആരാധനാ രീതികളിലും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പുരുഷനാണ്. പുരുഷനല്ലാത്ത ഒരു ഈശ്വരനെ കാണാൻ, ഈശ്വരിയെ കാണാൻ നമുക്ക് ലോകത്ത് മറ്റ് ഒരു ആരാധനാ സമ്പ്രദായത്തിലും നമുക്ക് പൊതുവെ കാണാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിൽ, നമ്മുടെ സനാതന സംസ്കാരത്തിൽ, ഭാരതീയ പരമ്പരയിൽ, ഹൈന്ദവ സംസ്കാരത്തിൽ, പാരമ്പര്യത്തിൽ ഈശ്വരന് ലിംഗഭേദമില്ല. അഥവാ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അർദ്ധനാരീശ്വര സങ്കല്പം നമ്മുടെ ഈശ്വരന്റെ ബാധകമാണ്. സ്ത്രീയെയും പുരുഷനെയും ഒരേപോലെ പൂജിക്കുന്ന, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമല്ല, ഇത് രണ്ടും തമ്മിൽ പരസ്പര പൂരകമാണ് എന്ന് കരുതുന്ന ഒരു സംസ്കാരം, ആ സംസ്കാരമാണ് നമ്മുടെ നാട്ടിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങൾ ഫെമിനിസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് നമ്മൾ സ്ത്രീക്ക് തുല്യമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് തുല്യത നൽകിക്കൊണ്ട് ആ പദവി നൽകിയിരുന്ന ഒരു സംസ്കാരം, അങ്ങനെ ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. നമുക്കറിയാം, ലോകത്തിലെ പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് വോട്ടവകാശം പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് ജനാധിപത്യ ലോകത്തിന്റെ ജനാധിപത്യത്തിന്റെ ഈറ്റില്ലം എന്നൊക്കെ കരുതപ്പെടുന്ന പല രാജ്യങ്ങളും, ആ രാജ്യങ്ങളിൽ സ്ത്രീകൾ രണ്ടാം തരം പൗരന്മാരായിരുന്നു, വോട്ടവകാശം പോലും ഇല്ലാത്തവരായിരുന്നു. ആ സാഹചര്യത്തിലും നമ്മുടെ നാട്ടിൽ സ്ത്രീയെയും പുരുഷനെയും ഒരേപോലെ കാണുന്ന ഒരു വീക്ഷണം, ആ വീക്ഷണമാണ് ഈശ്വരനെ സ്ത്രീയായിട്ട് കാണുക, സ്ത്രീ രൂപത്തിൽ കാണുക എന്നുള്ള സംസ്കാരത്തിലേക്ക്, എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു മഹത്തായിട്ടുള്ള സംസ്കാരം, ആ മഹത്തായിട്ടുള്ള സംസ്കാരം അതോടൊപ്പം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ്. നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെ അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്ന നാനാത്വത്തിൽ ഏകത്വം. ആ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഇടയിൽ ആ വൈവിധ്യങ്ങളെ മുഴുവൻ തന്നെ കൂട്ടിയോജിപ്പിക്കുന്ന, ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ രീതികളും തമിഴ്നാട്ടിലെ രീതികളും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ രീതികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷെ ഇതിനെയെല്ലാം തന്നെ കോർത്തിണക്കുന്ന ഒരു ഏകത, ആ ഏകത നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. അങ്ങനെ ഉൾക്കൊള്ളലിന്റെയും എല്ലാറ്റിനെയും ഒരേ ഭാവനയോടുകൂടി കാണുന്ന പാശ്ചാത്യർ സഹിഷ്ണുത എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് സഹിഷ്ണുതയല്ല, നമ്മൾ പറയുന്നത് സർവധർമ്മ സമഭാവനയാണ്. എല്ലാ ധർമ്മങ്ങളെയും എല്ലാ വീക്ഷണങ്ങളെയും ഒരേപോലെ കാണാനുള്ള മനോഭാവം. എനിക്ക് എന്റേതായിട്ടുള്ള രീതികൾ ഉണ്ടാകാം, ആരാധനാ സമ്പ്രദായങ്ങൾ ഉണ്ടാകാം, പൂജാ പദ്ധതികൾ ഉണ്ടാകാം, മറ്റുള്ളവർക്ക് അവരുടേതായിട്ടുള്ള രീതികൾ ഉണ്ടാകാം. പക്ഷേ അതിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഭാവം, ആ മനോഭാവമാണ് ഭാരതത്തിന്റെ, നമ്മുടെ സനാതന സംസ്കാരത്തിന്റെ മനോഭാവം. അതുകൊണ്ട് തന്നെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ പോയിട്ട് സർവമത സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, സഹിഷ്ണുതയും സാർവലൗകിക സ്വീകാര്യതയും ലോകത്തിന് ഉപദേശിച്ച ധർമ്മത്തിന്റെ അനുയായി എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ്. ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ എന്ന് പറഞ്ഞത്. സർവ ജീവജാലങ്ങളും അവർക്കെല്ലാം സുഖമുണ്ടാകട്ടെ, എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ, എല്ലാവർക്കും വികാസമുണ്ടാകട്ടെ, ഒരു ജീവജാലത്തിനും ദുഃഖമോ കഷ്ടതയോ ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെയുള്ള മഹത്തായിട്ടുള്ള ഒരു സനാതന പാരമ്പര്യം, ആ സനാതന പാരമ്പര്യമാണ് ഭാരതത്തിന്റെ പാരമ്പര്യം. അത് തന്നെയാണ്
ഇന്ന് ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വിവിധ പദ്ധതികളിലൂടെ അടക്കം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ടും നമ്മുടെ സഹജീവികൾക്ക് നന്മ വരുത്തുക, അതാണ് നമ്മുടെ ഈ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം. ആ മാനവികതയുടെ ദർശനം, ആ ദർശനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ G20 സമ്മേളനം നടത്തിയപ്പോ വസുധൈവ കുടുംബകം, ലോകമേ തറവാട് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് G20 സമ്മേളനത്തിന്റെ മുദ്രാവാക്യമായിട്ട് വെച്ചത്. അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, കഷ്ടത അനുഭവിക്കുന്നവർക്ക്, ദുരിതം അനുഭവിക്കുന്നവർക്ക് അവർക്ക് ആശ്രയമരുളുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ പാരമ്പര്യമാണ്. ജൂതന്മാർ ഓടി വന്നു പണ്ട് കാലത്ത്, അന്ന് നമ്മൾ അവർക്ക് അഭയം നൽകി. പലരും പീഡിപ്പിക്കപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നമ്മുടെ നാട്ടിലേക്ക് ഓടി വന്ന് അഭയം തേടിയപ്പോൾ നമ്മളെല്ലായ്പ്പോഴും അവർക്ക് അഭയം നൽകി. നമ്മുടെ പുരാണങ്ങളിൽ അടക്കം അങ്ങനെയുള്ള എത്രയോ കഥകളുണ്ട്. അഭയം തേടി വരുന്ന, ആശ്രയം തേടി വരുന്നവർക്ക് ആശ്രയമരുളുക, അവരെ ആരെയും ആട്ടിപ്പായിക്കാതിരിക്കുക, ഈ മനോഭാവം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന, അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ, ഹൈന്ദവ വിഭാഗങ്ങൾ അടക്കമുള്ള വിവിധ മതവിഭാഗങ്ങളിൽ പെടുന്നവർക്ക് അവർക്ക് അഭയം നൽകാൻ വേണ്ടിയിട്ട് ഈ അടുത്ത കാലത്ത് ഒരു നിയമ ഭേദഗതി അടക്കമുണ്ടായിരുന്നു. ആ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ളത് ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ, ഭാരതത്തിന്റെ സനാതന പാരമ്പര്യത്തിന്റെ, ആ പാരമ്പര്യം ഉദ്ഘോഷിക്കുന്ന, എല്ലാവർക്കും അഭയം നൽകുക, എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാറ്റിനെയും ഒരേപോലെ കാണാനുള്ള മനോഭാവം ഉണ്ടാവുക. ഇത് മഹാത്മാഗാന്ധിജി ഈ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ, ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ആയിട്ട് മാറിയപ്പോൾ, അന്ന് മഹാത്മാഗാന്ധിജി അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെച്ച ആശയമാണ്. ആ ആശയമാണ് ഇന്നിപ്പോ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വിവിധ അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ, താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ, അതുപോലുള്ള സ്ഥലങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അഭയം നൽകുക എന്നുള്ളത് സനാതന ധർമ്മ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നയമാണ്. ആ പാരമ്പര്യം, ആ പുണ്യമായിട്ടുള്ള പാരമ്പര്യം, അതേതെങ്കിലും മതമോ ആശയമോ ചിന്തയോ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. പകരം ലോകത്തെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന വസുധൈവ കുടുംബകം എന്നുള്ള ആശയം, ആ ആശയത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതാണ് വേദവ്യാസൻ തൊട്ട് ആദിശങ്കരൻ വരെയുള്ള, ഇങ്ങേയറ്റത്ത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഉൾപ്പെടെയുള്ള ആളുകൾ, അവരെല്ലാവരും തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ദർശനങ്ങൾ. ആ ദർശനങ്ങൾ ഈ ഉൾക്കൊള്ളലിന്റെ ദർശനമാണ്. അവര് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ ഈ മഹത്തായിട്ടുള്ള പാരമ്പര്യത്തെ അതത് കാലഘട്ടങ്ങളിൽ അത് മുന്നോട്ട് വെച്ച് അതിനെ ഉദ്ഘോഷണം ചെയ്യുന്ന ആശയങ്ങളാണ്. അതുകൊണ്ട് എല്ലാവിധ മതവിശ്വാസങ്ങൾക്കും അതീതമായിട്ട് മാനവ സൗഹൃദം വിളംബരം ചെയ്യാൻ കഴിയുന്ന സനാതന പാരമ്പര്യം, ആ സനാതന പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഉത്സവങ്ങൾ ബഹുമാനനായിട്ടുള്ള MP എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വികസനം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, വിശ്വാസവും വികസനവും പരസ്പര പൂരകങ്ങളാണ്. ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി യുക്രൈനിൽ യുദ്ധമുണ്ടായപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. യുദ്ധവും പോരാട്ടവുമല്ല, യോഗയും ആയുർവേദവുമാണ് ഭാരതത്തിന് നൽകാനുള്ള സന്ദേശം. ഈ കാലഘട്ടം യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, പോരാട്ടത്തിന്റെ കാലഘട്ടമല്ല, പകരം യോഗയുടെയും ആയുർവേദത്തിന്റെയും പരസ്പര സൗഹൃദത്തിന്റെയും ഒക്കെ കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വത്തിലൂടെ സനാതന ധർമ്മത്തിന്റെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്ന ഈ തരത്തിലുള്ള ഉത്സവങ്ങളിലൂടെ, ഉത്സവങ്ങൾ എല്ലായ്പ്പോഴും ഒരു തരത്തിൽ പറഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ റീചാർജിംഗ് ആണ്. ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ
അധിഷ്ഠിതമായിട്ടുള്ള ഊർജം, ആ ഊർജത്തിന് ഏതെങ്കിലും കാരണവശാൽ ഭ്രംശം, അതിൽ നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഊർജം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പൂജകൾ, ആ പ്രത്യേക പൂജകളാണ് ഉത്സവകാലത്ത് ഓരോ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഉത്സവകാലത്ത് ക്ഷേത്ര ദർശനം നടത്തണം എന്ന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിരുന്നത്. കാരണം ഏറ്റവും ഊർജസ്വലമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ, ആ അന്തരീക്ഷമാണ് അങ്ങനെയുള്ള ഒരു സന്ദേശം നൽകുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരുമിച്ച് വന്നിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും പണിമൂലയമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.